ഹലോ ഫ്യൂച്ചർ ഗവൺമെൻറ് സർവൻസ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവോഷിയുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 21 നടന്ന ലബോറട്ടറി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അപ്പോൾ നമ്മുടെ PSCയുടെ വെബ്സൈറ്റിൽ പ്രൊവിഷണൽ ആൻസർ കീ ലഭ്യമാണ്, ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സെഷനാണ്. അപ്പോൾ ഇതിലൊരുപാട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ തെറ്റാവാൻ സാധ്യതയുണ്ട്, ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. അത് ഫൈനൽ ആൻസർ കീ വന്നാൽ മാത്രമേ നമുക്ക് ഏതൊക്കെയാണ് ക്യാൻസൽ ആവുന്നത്, ഏതൊക്കെയാണ് ഓപ്ഷൻ മാറ്റാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് മാർക്ക് ചെയ്ത് പോവാം. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, ശരിയായിട്ടുള്ള ആൻസർ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ഫ്രാൻസ്. തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം അത് സെർബിയാണ്, സെർബിയ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ബടാനന്ദൻ. ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. അത് ചേരുമ്പടി ചേർക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെന്നാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെന്നാണ്. സ്വരാജ് പാർട്ടി CR ദാസ് ആണ്. ഗദ്ദാർ പാർട്ടി ലാല ഹാർദയാലാണ്. ഇതൊക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. PSC റിപ്പീറ്റായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് റാഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ, സ്വരാജ് പാർട്ടി CR ദാസ്, ഗദ്ദാർ പാർട്ടി ലാല ഹാർദയാൽ. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? അവർ നൃത്തത്തിലാണ് പ്രശസ്തി ആർജിച്ചത്. നൃത്തം. ഉത്തരം നൃത്തം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അതിൽ ആൻസർ എഴുതുന്നത് ഞാൻ ആൻസർ മാത്രം പറഞ്ഞു പോവാം. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. എന്ന് പറയുന്നത് നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അതുപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. ഇത് രണ്ടുമാണ് ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഏതാണെന്നുള്ളതാണ്. അത് നീലഗിരിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഉത്തരം ഓപ്ഷൻ എ, തുഷാരം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത 3 ഏത് മുതൽ ഏത് വരെയാണ് ബന്ധിപ്പിക്കുന്നത്? അത് കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്നാണ്. ഇപ്പോൾ അത് കോഴിക്കോടേക്ക് നീട്ടിയിട്ടുണ്ട്. ആൻസറിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ PSCയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആൻസർ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ, NW3 ദേശീയ ജലപാത 3. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏവ എന്നുള്ളതാണ്. അത് ചുണ്ണാമ്പ് കല്ലും കൽക്കരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി, 1ഉം 3ഉം ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം അത് സ്ട്രാറ്റസ് ആണ്. സ്ട്രാറ്റാന്ന് ആലോചിച്ചാൽ മതി. പാളികൾ, സ്ട്രാറ്റസ്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അന്നാസാഗർ തടാകം ഏത് സംസ്ഥാനത്താണ്? അത് രാജസ്ഥാനിലാണ്, രാജസ്ഥാൻ. അന്നാസാഗർ തടാകം രാജസ്ഥാൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതെന്നുള്ളതാണ്. അത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. കുറേ മുന്നേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു.
ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. ഇതെല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വികേന്ദ്രീകരണ ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണെന്നുള്ളതാണ്. അത് ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. വികേന്ദ്രീകരണ ആസൂത്രണത്തിന് തുടക്കം കുറിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നുള്ളതാണ് ചോദ്യം. അതിൽ 1, 3 ശരിയുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ തിരിയും. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. അതെന്താ ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക എന്നുള്ളതാണ്. അല്ല, വിദേശ ആശ്രയത്വം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. 3ാമത് ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് ശരിയാണ്. അപ്പോൾ 1, 3 ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ്. അത് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പണം അച്ചടിക്കുന്നു എന്നുള്ളത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടുന്നില്ല. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, വായ്പകൾ നൽകുന്നു, ലോക്കർ സൗകര്യം നൽകുന്നു, അതൊക്കെ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടുന്നതാണ്. പണം അച്ചടിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അച്ചടിച്ചിറക്കുന്നു എന്നുള്ളത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു എന്നുള്ളതാണ്. ചിലർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടാവും. ശാരദാ മുരളീധരനിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ അല്ല, അവർക്ക് ശേഷം എ ജയതിലക്. ശാരദാ മുരളീധരൻ എന്ന് പറയുന്നത് 49ാമത്തെ ചീഫ് സെക്രട്ടറിയാണ്. അതിനുശേഷം 50ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് എ ജയതിലകാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്. അത് ഓപ്പറേഷൻ സിന്ദൂറാണ്. ഓപ്പറേഷൻ സിന്ദൂർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. അത് ശരിയാണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയായിട്ടുള്ളത്. അത് വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. അതിൽ ശരിയായിട്ട് വരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത് അത് വകുപ്പ് 30 ഒന്ന് വരുന്നത് ഡി ആണ്. പിന്നെ മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വകുപ്പ് 26 പിന്നെ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അത് വകുപ്പ് 18 അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം വരുന്നത് വകുപ്പ് 22 അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. അതിൽ കൺഫ്യൂഷനായിട്ട് വരുന്ന എയും സിയും എല്ലാവർക്കും കൺഫ്യൂഷനായിരിക്കും. പക്ഷേ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് BR ഗവായി ആണ്. ഓപ്ഷൻ സി BR ഗവായി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണെന്നുള്ളതാണ്. അത് 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലികാവകാശമായിരുന്നു. അത് മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 1 മാത്രമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതെന്ന് കണ്ടെത്തുക. അത് ഓപ്ഷൻ സി ഇൻഷുറൻസ് ആണ്. ഓപ്ഷൻ സി ഇൻഷുറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 42ാമത് ഭേദഗതി വരുന്നത് അത് മിനി ഭരണഘടന എന്നാണ് അറിയപ്പെടുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടും. 61ാമത് ഭേദഗതി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 74ാമത് ഭേദഗതി എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചുള്ളതാണ്. 74ാമത് ഭേദഗതി. 91ാമത് ഭേദഗതി എന്ന് പറയുന്നത് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച
കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? അത് എ ഷാജഹാനാണ്. എ ഷാജഹാൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ ഗവർണറും, അതുപോലെ ദേശീയ പബ്ലിക് സർവീസ് കമ്മീഷനെ ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയായിരുന്നു? അത് ലാഹോറിലാണ്. ലാഹോർ. ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? അത് 1ഉം 2ഉം ആണ്. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും. അപ്പോൾ 1ഉം 2ഉം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാമാണ്? 1ഉം 2ഉം 3ഉം ശരിയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക. 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതാണ്? അത് 1ഉം 2ഉം 3ഉം ശരിയാണ്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആര്? അത് വിക്രം മിശ്രിയാണ്. വിക്രം മിശ്രിയാണ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് പ്രചോദനം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഗ്രീൻ ഹൈഡ്രജനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരമാണ് ന്യൂഡൽഹി. ഗ്രീൻ ഹൈഡ്രജനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് ന്യൂഡൽഹി 2023. ഇനി എന്താണ് ക്യൂണിക്കൾച്ചർ? അത് മുയൽ വളർത്തലാണ്. ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്യൂണിക്കൾച്ചർ എന്താ? മുയൽ വളർത്തൽ. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അത് കോശകേന്ദ്രം കണ്ടെത്തി എന്നുള്ളതാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. കോശകേന്ദ്രം ബ്രൗൺ നിറത്തിലാണെന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. കോശകേന്ദ്രം കണ്ടെത്തിയതാരാ? റോബർട്ട് ബ്രൗൺ. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് പിനങ്ക സബ്ടെറേനിയ? അത് ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. എന്താണ് പ്രോട്ടീൻ? ഗ്ലോബുലിൻ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അത് മീസിൽസ് ആണ്. ബാക്കി ക്ഷയരോഗം, ഡിപ്തീരിയ, ആന്ത്രാക്സ് ഇതൊക്കെ എന്താണ്? ബാക്ടീരിയ രോഗമാണ്. മീസിൽസ് എന്തല്ല? ബാക്ടീരിയ രോഗമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ 1-2 എക്സാമിന് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2025 തന്നെ ആവർത്തിച്ച ചോദ്യമാണ്. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? കണരോഗം. ഇതും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കണരോഗം. ക്വസ്റ്റ്യൻ, ഭൂഗുരുത്വാകർഷണ ത്വരണം അതായത് ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ്. അത് ധ്രുവപ്രദേശങ്ങളിലാണ്. ഭൂഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് ധ്രുവപ്രദേശങ്ങളിലാണ് ജിയുടെ മൂല്യം. അടുത്ത ക്വസ്റ്റ്യൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് എന്ത്? ശ്യാനബലം. വിസ്കോസിറ്റി, ശ്യാനബലം. ഓക്കെ. ഇനി സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? അത് വേഗതയാണ്. ദിശയൊക്കെ മാറുന്നുണ്ട്, പക്ഷെ എന്ത് മാറുന്നില്ല? വേഗത മാറുന്നില്ല. ലോക ബാങ്ക് പ്രസിഡൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ്. ഇതൊക്കെ വളരെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. പഠിച്ചവർ പോലും മറന്നു പോകുന്ന തരത്തിലുള്ള ഓപ്ഷൻസാണ് PSC
നൽകിയിട്ടുള്ളത്. ഇതിൽ ശരിയായ ഉത്തരം അജയ് ബംഗയാണ്. അജയ് ബംഗ. ഒരു തവണയൊന്നും വായിച്ചാൽ പോരാ, നമ്മൾ അത്രയും നന്നായിട്ട് മനസ്സിൽ ഉറപ്പിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഓപ്ഷൻ സി രീതിയിലാണ് വരുന്നതെങ്കിൽ. അപ്പോൾ ലോക ബാങ്ക് പ്രസിഡൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഇതൊക്കെ CA പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പെരുമ്പടവം ശ്രീധരനാണ് കേട്ടോ. പെരുമ്പടവം ശ്രീധരനാണ് 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും ഉണ്ട്. മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഇതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഉത്തരം എന്താണ്? ഹെൻറി മോസ്ലിയാണ് എന്ത് മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലുപ്പം മുകളിലേക്ക് വരുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഇത് ബോയിൽ നിയമം. 2025 തന്നെ പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമമാണെന്നുള്ളത് അത് ബോയിൽ നിയമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിർവീര്യ ലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റം ഉണ്ടാകുന്നു? നമുക്കറിയാം 7 എന്ന് പറയുന്നത് നിർവീര്യമാണ്. 7ൽ കൂടുതലായാൽ അത് എന്താണ്? ആൽക്കലി സ്വഭാവവും 7ൽ കുറഞ്ഞാൽ അത് ആസിഡ് സ്വഭാവമാണ്. അപ്പോൾ നിർവീര്യമായിട്ടുള്ള ഒന്നിലേക്ക് ആസിഡ് ഒഴിക്കുകയാണെങ്കിൽ അത് 7നേക്കാൾ എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. 7നേക്കാൾ കുറയുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണെന്നുള്ളതാണ്. ഇതിൽ പലരും രസതന്ത്ര നോബൽ പുരസ്കാരം നേടിയത് ആരൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിൻ്റെ പകുതി ലഭിച്ചത് ആർക്കാ? അത് ഡേവിഡ് ബെക്കറിനാണ്. ഡേവിഡ് ബെക്കർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏതു സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? അത് ആരാണ്? അത് IUCN ആണ്. IUCN ആണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയത്. ഇതിൻ്റെ ഉത്തരം പ്രസ്താവന എയും ബിയും ശരിയാണെന്നുള്ളതാണ്. പ്രസ്താവന എയും ബിയും എന്താണ്? ശരിയാണ്. ഇത് ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നിരിക്കണം. പ്രസ്താവന എയും ബിയും ശരിയാണെന്നുള്ളതാണ് PSCയുടെ ആൻസർ കീയിൽ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? അത് PSCയുടെ ആൻസർ വിഘ്നേഷ് പുത്തൂർ എന്നുള്ളതാണ്. വിഘ്നേഷ് പുത്തൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. PSC കൊടുത്ത ആൻസർ പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 ആലപ്പി വിൻസെൻ്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. ഇതിൽ PSC നൽകിയ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന എയും ബിയും ശരിയല്ല. പ്രസ്താവന എയും ബിയും ശരിയല്ല എന്നുള്ളതാണ് PSC പ്രൊഫഷണൽ ആൻസർ കീയിൽ നൽകിയിട്ടുള്ളത്. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഇതൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആരൊക്കെയാ? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ്റെ
പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി. പ്രസ്താവന എ ശരിയാണെന്നാൽ ബി ശരിയല്ല. അതാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഉത്തരം. പ്രസ്താവന എ ശരിയാണെന്നാൽ ബി ശരിയല്ല. എ ശരിയാണ്, ബി ശരിയല്ല. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 ആ പ്രസ്താവന ശരിയാണ്. 1908 യോഗക്ഷേമ സഭ വരുന്നത്. തൃശ്ശൂരിൽ വെച്ച് നടന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. PSCയുടെ ആൻസർ പ്രകാരം എയും ബിയും ശരിയാണ്. എയും ബിയും ശരിയാണ്. ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. അത് ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. അതിനെ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് വിളിക്കുന്നു. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് വിളിക്കുന്നു. എക്സൽ 2010 കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റെഫറൻസ് തെറ്റായി കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം എന്താണ്? അത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഹാഷ് എഴുതി നെയിം എഴുതി ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ ബി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? അത് മലപ്പുറമാണ്. മലപ്പുറം. അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏതാണ്? അത് ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ പെട്ടത് ഏതാണെന്നുള്ളതാണ്. അത് വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കുവാനുമുള്ള അധികാരമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണ്? അത് ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശമാണ്. അത് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന എല്ലാവർക്കും ഉത്തരം എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശരിയല്ലാത്ത ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗികാതിക്രമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? അത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും അല്ല എന്നുള്ളതാണ് PSCയുടെ ആൻസർ. അപ്പോൾ എന്താ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിൻ്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് PSCയുടെ ആൻസർ സംരക്ഷണ ഉത്തരവ്. സംരക്ഷണ ഉത്തരവ്. ഇത് ഒരുപാട് പേര് നെഗറ്റീവിലേക്ക് പോയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അത് കാങ്കാർ വാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ. ഇത് മൂന്നും വരുന്നുണ്ട്. അപ്പം മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്. അപ്പം എന്താ? കാങ്കാർ വാലി ദേശീയോദ്യാനം വരുന്നുണ്ട്, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ വരുന്നുണ്ട്, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്. മൂന്നും ശരിയാണ്. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത എക്സാമിനും ചോദിക്കാൻ സാധ്യതയുണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഇതും എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഉത്തരം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ചോദ്യത്തിൻ്റെ നമ്പറും ഓപ്ഷനും ഉത്തരവും ശരിയായ ഉത്തരവും മാത്രം മാർക്ക് ചെയ്ത് പോവാം. 71ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം
ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. 72ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. 73ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 74ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. 75ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 76ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 75 ഓപ്ഷൻ ബി ആണ്. 77 ഓപ്ഷൻ ബി ആണ്. 78 ഓപ്ഷൻ എ ആണ്. 79 ഓപ്ഷൻ സി ആണ്. 80 ഓപ്ഷൻ എ ആണ്. 80 ഓപ്ഷൻ എ ആണ്. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അടുത്തത്. അതും ഇതുപോലെ ഉത്തരങ്ങൾ വായിച്ച് മാത്രം പോവാം. 81ാമത്തത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ ഡി ആണ്. 83 ഓപ്ഷൻ സി ആണ്. 83 ആണ്. 83 ഓപ്ഷൻ സി ആണ്. 84 ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. 85 ഓപ്ഷൻ ഡി ആണ്. 86 ഓപ്ഷൻ ബി ആണ്. 87 ഓപ്ഷൻ ഡി ആണ്. 88 ഓപ്ഷൻ എ ആണ്. 89 ഓപ്ഷൻ ബി ആണ്. 90 ഓപ്ഷൻ ഡി ആണ്. 90 ഓപ്ഷൻ ഡി ആണ്. 91 മുതൽ മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അതും ഇത്തരത്തിൽ ഉത്തരങ്ങൾ മാത്രം മാർക്ക് ചെയ്ത് പോവാം. 91 ഓപ്ഷൻ എ ആണ്. ഇത് ഡിലീറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറിയില്ല, ഫൈനൽ ആൻസർ കീ വന്നാൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 92 സി ആണ്. ഓപ്ഷൻ സി ആണ്. 93 ഓപ്ഷൻ ബി ആണ്. 94 ഓപ്ഷൻ ബി ആണ്. 95 ഓപ്ഷൻ ഡി ആണ്. 96 ഓപ്ഷൻ സി ആണ്. 97 ഓപ്ഷൻ ഡി ആണ്. 98 ഓപ്ഷൻ സി ആണ്. 99 ഓപ്ഷൻ സി ആണ്. 100 ഓപ്ഷൻ ബി ആണ്. അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. അപ്പോൾ ഇത്രയാണ് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നോക്കാം. അപ്പോൾ എല്ലാവരും പല ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന അതായിട്ട് കാണാം. അപ്പോൾ ഒരു മെയിൻ എക്സാമാണ്. അപ്പോൾ അതിൽ വരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നല്ല സ്കോറ് വരുന്ന എക്സാമുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് സർവീസിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.